നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഏരിയ സെക്രട്ടറി സഖാവ് എം രാജൻ, അതുപോലെ തന്നെ എസ് രമാപൻസിനാഥ്, മറ്റ് എൽസിഎമ്മൻ രാവിൽ എങ്ങനെ ചെറിയ കുടിക്കാല്ലേ ഇത് നീ പിടിച്ചോന്നെ ചടങ്ങ് CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കക്കാട്ട് സൗത്ത് ബ്രാഞ്ചിൽ നിർമ്മിച്ച പ്രചരണ കുടിൽ ഏരിയ സെക്രട്ടറി എം രാജൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ, രമ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തളിയാടത്ത് ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സമ്മേളനം ഈ 2025 ഏപ്രിൽ മാസം തമിഴ്നാട് മധുരയിൽ വെച്ച് നടക്കുകയാണ്. സമ്മേളനത്തിന് മുന്നോടിയായി നമ്മുടെ ബ്രാഞ്ച് തലം മുതലുള്ള സമ്മേളനങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ്. നമുക്കറിയാം, ഈ നമ്മുടെ പാർട്ടി സമ്മേളനം 3 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ സമ്മേളനം 2021 നടന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 3-4 ദിവസങ്ങളായി ഏതാണ്ട് ഒരാഴ്ചക്കാലമായി നമ്മൾ പത്രങ്ങളിലെല്ലാം തന്നെ ചർച്ചയാണ്. KPC അതാണ് കോൺഗ്രസ് സുധാരൻ പറയുന്നത് തന്നെ മാറ്റി ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ്. ആ തെക്കിലെല്ലാം പോകുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് നാഷണൽ ഹൈവേന്റെ പണി കൂട്ടത്തിലുണ്ടാവും. അവർക്കിപ്പോൾ 3200 രൂപ വീണ്ടും തീരുമാനിച്ചു ഗവൺമെന്റ്. 62 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് എല്ലാ മാസവും 1200 വെച്ച്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റം വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഗതാഗത രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യത്തിലെല്ലാം തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതിന്റെ ഭാഗമായി തന്നെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും കടമയും നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ സമ്മേളനം. കഴിഞ്ഞ സമ്മേളനം നമുക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. കാരണം കഴിഞ്ഞ 3 വർഷം മുമ്പ് 2021 പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു. അതിന്റെ ഭാഗമായി തന്നെ ആ ഒരു ഘട്ടത്തിലാണ് സമ്മേളനം നടന്നത്. ഇപ്രാവശ്യമാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ ഘട്ടത്തിൽ അത് കഴിഞ്ഞ് നമ്മുടെ അതിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം നടത്തി ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ സമ്മേളനം കൂടെ വന്നത്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സമ്മേളനം വന്നത്. എതിരാളികളും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ പാർട്ടിക്കെതിരായി അതിശക്തമായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ പാർട്ടി സഖാക്കൾ, അനുഭാവികൾ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ പാർട്ടിക്ക് എതിരായി പ്രതിലോമകാരികൾ ശക്തമായിട്ട് പ്രചരണവും അതുപോലെ തന്നെ കടന്നാക്രമണവും നടക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണമായി നമ്മുടെ ഈ സമ്മേളനത്തിൽ നമുക്ക് പൊതുജനങ്ങളുടെ പങ്കാളിത്തവും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സഹോദരി സഹോദരന്മാർ, നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കുടിലാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനകത്ത് വിശദീകരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു.
നമുക്ക് നമ്മുടെ സമ്മേളനം 5, 6, 7 തീയതികൾ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും 7-ാം തീയതി നമ്മുടെ പൊതുപ്രകടനത്തിൽ പങ്കെടുത്ത് സമ്മേളനം വിജയിക്കണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് വളണ്ടിയർ സേന രൂപ ചെയ്തുകൊണ്ട് വളണ്ടിയറായി റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ആളുകൾ 2-ാം തീയതിയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ 45-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ പിന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നാളെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ രക്തസാക്ഷി കുടുംബാംഗങ്ങളെ ഒരു സംഗമമുണ്ട്. ആ സംഗമത്തിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് 25 ആൾ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ LC-ന്ന് 500 ആളെ പരിപാടി പങ്കെടുക്കണം. അപ്പോൾ ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു 4-ന് പതാക ജാതിയുണ്ട്. മനയും കൊണ്ട് രക്തസാക്ഷി സഹകരണത്തിൽ നമുക്ക് അറിയിക്കാം. ഇന്നത്തെ ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കും.